ഹായ് ഹലോ. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതേ ഞാനും അനിയനും ചേട്ടനും കൂടിയില്ല ബിവറേജ് വരെ ഒന്ന് പോയതാണ്. പക്ഷേ ഞാനവിടെ നിന്നിട്ട് ഒറ്റ കുഞ്ഞുങ്ങളെന്നെ മൈൻഡ് പോലും ചെയ്തില്ല കേട്ടോ. ഇതൊന്നും വലിയ പുത്തരിയല്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത്. അങ്ങനെ ഇല്ല, ഞങ്ങൾ നേരെ ഉത്സവത്തിന് പോയി. ഞങ്ങൾ പോകാനായിട്ട് നല്ല രീതിയിൽ താമസിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആൾത്തിരക്കും നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് മിസ്സായായിരുന്നു. അങ്ങനെ ഇല്ല, ഈ ആൾത്തിരക്കിൻ്റെ ഇടക്കൂടി ഞാനില്ല വീഡിയോയും പിടിച്ചുകൊണ്ട് പോകുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ ഓരോന്നായിട്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇല്ലേ, അവിടെ ഒരപ്പാപ്പൻ നല്ല രീതിയിൽ കിടന്ന് ഡാൻസ് കളി കേട്ടോ. പുള്ളി നല്ല രസമുണ്ടായിരുന്നു ഡാൻസ്. നമ്മളൊന്ന് തലയും കൂടി ആട്ടിക്കൊടുത്തപ്പോൾ പുള്ളിക്ക് ഒന്നും കൂടി ആവേശം കൂടി. അങ്ങനെയില്ലേ, കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും രഞ്ജിത്തേട്ടൻ്റെ ഒരു അനിയനും വൈഫും പിള്ളേരുമൊക്കെ ആയിട്ട് വന്നു. പിന്നെ അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങളില്ലേ കാഴ്ച കാണാനായിട്ട് ഉള്ളിലോട്ട് അങ്ങ് കയറിപ്പോയി. ഇത്രയും നേരം ഞങ്ങൾ നിന്നത് തന്നെ റോഡിലായിരുന്നു. റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉള്ളിലോട്ട് കയറിപ്പോകാനായിട്ട് നോക്കി. അന്നേരം ഗംഭീര രീതിയിലുള്ള ചെണ്ടകൊട്ടായിരുന്നു. അതും നമ്മുടെ പല പല വെറൈറ്റി പാട്ടുകൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്കില്ലേ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ട് ശരിക്കും ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ആയപ്പോഴേക്കും എൻ്റെ അങ്ങോട്ട് കൂടി. തുള്ളലും നമുക്ക് എങ്ങനെയാണെന്നറിയാമല്ലോ. നമുക്ക് കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ തുള്ളാതായിരിക്കും. അങ്ങനെ ഇല്ലേ, തുള്ളിക്കൊണ്ടൊക്കെ ഇരുന്നതിൻ്റെ ഇടക്കൂടി ആ കൂട്ടത്തിൽ കൂടി പോയതാണ് കേട്ടോ. ഘോഷയാത്രയുടെ ഇടക്കുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഇല്ലേ, രണ്ട് കൂട്ടുകാരെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇവരും നല്ല ബെസ്റ്റ് കമ്പനികളായിരുന്നു കേട്ടോ. നല്ല തുള്ളയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഓരോ പാട്ടും ഇടാൻ നേരത്തേക്കും കൊച്ചു ഒയ്യുന്നുണ്ട്, ഇതേത് പാട്ടാണ്. കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളായതുകൊണ്ട് തന്നെ അവൻ അത് കേട്ടിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് പിടികിട്ടി. പിന്നില്ലേ, കുറച്ച് നേരമൊക്കെ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ അതിൻ്റെ ഇടക്കൂടിയൊക്കെ വീഡിയോയും പിടിച്ച് ഞാൻ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ ജാമാകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ വീഡിയോ എനിക്ക് കട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനോർത്തു, എന്നാൽ ഇവിടെ കിടക്കട്ടെ എന്നും വിചാരിച്ചു. സത്യം പറഞ്ഞ ഉത്സവത്തിൻ്റെ ആ ഒരു ഹാങ് ഓവർ പോലും പോയിട്ടില്ല. തൊണ്ടയൊക്കെ ഒരുമാതിരി ഇരിക്കുക, കാറിയും കോവിയൊക്കെ. അങ്ങനെയില്ല, കുറേ നേരമൊക്കെ അങ്ങോട്ട് ഇടക്കൂടി പോയപ്പോഴേക്കും നമുക്ക് പരിചയമുള്ള കുറേ മുഖങ്ങൾ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ നമ്മളറിയാവുന്നവർ അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടമുള്ളവരെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു എനിക്ക്. അങ്ങനെയില്ല, ആ ഇടക്കൂടിയൊക്കെ ഇങ്ങോട്ട് കയറി പോകുന്നപ്പോഴേക്കും അടുത്ത പാട്ടുകളും ചെണ്ടകൊട്ടുകളും കേൾക്കാൻ നിർത്തിക്കും നമുക്ക് എങ്ങനെ തുള്ളാതിരിക്കാൻ തോന്നും. അതിൻ്റെ ഇടയ്ക്കില്ല, മാമനെ കണ്ടപ്പോൾ ഞാൻ 2-3 തുള്ളിയപ്പോൾ മാമൻ്റെ കൂട്ടുകാരുമായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മാമൻ പറയുന്നുണ്ട്, ഈ പെൺകൊച്ചിന് നാണവും ഇല്ലേന്ന്. അങ്ങനെ മാമനെ കളിയാക്കി മാമൻ്റെ കയ്യിൽ നിന്ന് പൈസ ഈസ്കിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇല്ല, നേരെ നമ്മൾ ഓരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് ഫസ്റ്റ് അതായിരിക്കുമല്ലോ. ഇതാണ് ഞങ്ങളുടെ കാവുങ്കൽ ക്ഷേത്രം. അങ്ങനെ വാദിക്കാൻ മാത്രമേ ഉള്ളൂ. അകത്തോട്ട് പോകാനായിട്ട് ഒരു തരത്തിലും പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ജനത്തിരക്കായിരിക്കും. അങ്ങനെയില്ല, ആ ഒരു കണ്ണാടിയും വാങ്ങി ഞാൻ തുള്ളി പോകാൻ നേരത്തേക്കും 2 ചെറുക്കന്മാർ എൻ്റെ ഫ്രണ്ടിൽ വന്നതിന് ഞാൻ അവരുമായിട്ട് ഏണി പിടിക്കുന്നുണ്ട്. പക്ഷേ അത് പാവപ്പെട്ട പിള്ളേർ, ഏണി പിടിക്കാനൊന്നും വന്നൊന്നുമില്ല. അത് ഞാൻ തുള്ളിപ്പോട്ടെ എന്ന് പറയുന്നത് മാറി തന്നപ്പോഴേക്കും അങ്ങനെ ഞാൻ തുള്ളി പോയതാണ്. ഇതൊക്കെ ഒരു രസമായിട്ട് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനായിട്ട് ചെല്ലുന്നില്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ കവലയിലിരുന്ന് ഈ ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ കഴിച്ച് കുറച്ച് നേരം വൈദ്യപ്പൊന്നുമായിട്ടോ അല്ലേ ഓരോരോ കോപ്രായങ്ങളും കാണിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുന്നതിനും. ഈ ഐസ്ക്രീമും എല്ലാം കഴിച്ചിട്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.